നമസ്കാരം. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലേ? പ്രശ്നമില്ല. നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ? അതും പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് പണമില്ലേ? അത് പക്ഷേ ഒരു വലിയ പ്രശ്നമാണ്. സ്നേഹബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മളുടെ ചോയ്സുകളിൽ പെടുന്നതുകൂടെയാണ്. പക്ഷെ പണം, സമ്പത്ത് എന്നത് മനുഷ്യർ എന്ന നിലയിലും സാമൂഹ്യ ജീവി എന്ന നിലയിലും നമ്മളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. നമ്മളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ടൂളാണ്. സ്വൈര്യമായ, സ്ഥിരതയുള്ള, സ്വാശ്രയത്വത്തോടുള്ള ജീവിതം നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി അടിത്തറ ഉണ്ടാക്കിയിരിക്കണം. സ്നേഹബന്ധങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാറുള്ളത് വൈകാരികമായ തൃപ്തിയും ഇഴയെടുപ്പങ്ങളുമാണ്. അതേറെ മനോഹരമാണ്. പക്ഷേ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. പണത്തിന് പ്രാധാന്യം നൽകുന്നവരെ മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ മെറ്റീരിയലിസ്റ്റിക് ആവുന്നത് ഒരു ക്രൈം ഒന്നുമല്ല. ബീങ് മെറ്റീരിയലിസ്റ്റിക് ഈസ് നോട്ട് എ ക്രൈം. തങ്ങളുടെ ഭാവി ജീവിതം എന്തെന്ന് കൃത്യമായ കണക്ക് കൂട്ടുന്നവരും മറ്റൊരാളെയും ആശ്രയിക്കാതെ എങ്ങനെ ജീവിക്കാമെന്ന് പഠിച്ചവരുമാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ. സമ്പത്തോളം പണത്തോളം സ്വാധീനമുള്ള ഒന്നും ഈ ലോകത്തില്ല. ഡിസ്ട്രാക്റ്റഡായി നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി നിയമാനുസൃതമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തികമായ അടിത്തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. വർക്ക് ഹാർഡ്, സ്റ്റേ സ്മാർട്ട്. ഒരിക്കൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സാമ്പത്തിക അടിത്തറ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ചെറിഷ് ചെയ്ത, നിങ്ങൾ എപ്പോഴും വേണമെന്ന് കരുതിയിരുന്ന എല്ലാ സ്നേഹബന്ധങ്ങളും, എല്ലാ അമ്യൂണിറ്റീസും, എല്ലാ സൗകര്യങ്ങളും അതിൻ്റെതായ സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഒരിക്കലും പണത്തെ വില കുറച്ച് കാണരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെയും മനസമാധാനത്തിന്റെയും മൂല്യം മറ്റാർക്കും അളക്കാനാവില്ല. അത് അമൂല്യമാണ്.